ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഇറാൻ. ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബഗേരിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഹെലികോപ്റ്റർ തകർന്നു വീഴാനുണ്ടായ സാഹചര്യം ഒരു ഉന്നതതല സമിതി പരിശോധിക്കുമെന്നും ബഗേരി അറിയിച്ചു. ഇറാനിൽ 5 ദിവസത്തെ ദുഃഖാചരണം നടക്കുകയാണ്. വിവരങ്ങളുമായി കൃഷ്ണേന്ദു നായർ ചേരുന്നു. കൃഷ്ണേന്ദു, ഏറ്റവും പുതിയ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് എന്തൊക്കെയാണ്? യെസ് അശ്വതി, ഞായറാഴ്ച ഇറാൻ പ്രാദേശിക സമയം വൈകുന്നേരം 6 മണിക്കാണ് അപകടം നടന്നത്. ഇറാനിന്റെ തലസ്ഥാനമായ തെഹ്റാനിൽ നിന്ന് 600 കിലോമീറ്റർ അകലെയുള്ള ജോൽഫ നഗരത്തിലാണ് ഈ അപകടം ഉണ്ടായത്. ഈ അപകട സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വനമേഖലയും മലനിരകളുമുള്ള ഒരു താഴ്വരയിലാണ് അപകടം ഉണ്ടായത്. മാത്രമല്ല സംഭവ സമയവും ഇപ്പോഴും വളരെ പ്രതികൂലമായ കാലാവസ്ഥയാണ് അവിടെയുള്ളത്. എന്തായാലും ഈ അപകടം വളരെയധികം അഭ്യൂഹങ്ങൾക്കും സംശയങ്ങൾക്കും വഴിവെക്കുന്നുണ്ട്. ഒന്നാമത്തെ സംശയം എന്താണെന്ന് വെച്ചാൽ യാത്ര തിരിച്ച് 30 മിനിറ്റിനുള്ളിൽ തന്നെ ഹെലികോപ്റ്ററുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നു. മാത്രമല്ല ഒരു രാജ്യത്തിന്റെ ഇത്രയും ഉന്നത ഉദ്യോഗസ്ഥർ ഒരുമിച്ച് സഞ്ചരിച്ച് പ്രോട്ടോകോളുകൾക്ക് എതിരായി ഒരുമിച്ച് സഞ്ചരിച്ചതും മറ്റ് സംശയങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. മാത്രമല്ല ഇസ്രായേലിന്റെയും US-ന്റെയും ഒക്കെ സാധ്യമായ പങ്കാളിത്തം ഉൾപ്പെടെ ചർച്ചകൾ നടക്കുന്നുണ്ട്. വിശദമായ അന്വേഷണത്തിന് തന്നെയാണ് ഉത്തരവിട്ടിരിക്കുന്നത് ഇറാൻ. കൃഷ്ണേന്ദു നായരാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വാർത്താരംഭം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.